ഭാഷ്യഭേദ്യമന്യേ മികച്ച സിനിമകളുടെ ഭാഗമാകാനാണ് ആഗ്രഹം. മലയാള സിനിമ കണ്ടിട്ടാണ് മറ്റ് ഭാഷകളിൽ നിന്ന് അവസരങ്ങൾ ലഭിക്കുന്നതെന്നും അനശ്വര രാജൻ. പുതിയ തമിഴ് ചിത്രമായ വിത്ത് ലവ് പ്രൊമോഷനിടയിലായിരുന്നു താരം പുതിയ സിനിമകളെക്കുറിച്ചും ഇപ്പോഴത്തെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചത്. സൗന്ദര്യ രജനീകാന്തും അഭിഷേകും അടക്കമുള്ളവരും പ്രസ് മീറ്റിൽ പങ്കെടുത്തു. സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇമോഷണലായിരുന്നു. പ്രിവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയവരുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോഴും എനിക്ക് സമാധാനമായിരുന്നു. മറ്റൊരു ഗുഡ് ഫീൽ സിനിമയാണ് ചെയ്തത്. അത് ആളുകൾ നല്ല രീതിയിൽ സ്വീകരിക്കുന്നത് കാണുമ്പോൾ സന്തോഷം. ഇനിയും പ്രേക്ഷകർ നല്ലത് പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പഴയ ഓർമ്മകൾ അയവിറക്കാൻ തോന്നുന്നതായിരുന്നു. എക്സ് ലവറെ കാണാൻ ആഗ്രഹമുണ്ടോയെന്ന് അനശ്വരർ ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ റൊമാൻസിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അമ്മയും ചേച്ചിയും അവിടെ ഇരിപ്പുണ്ട്. ഒരു നായകൻ്റെ സൈഡിൽ നിന്നാകും നമ്മൾ റൊമാൻസ് കാണുന്നത്. എന്നാൽ പെൺകുട്ടികളുടെ സൈഡിൽ നിന്ന് വരുന്നത് കുറവായിരിക്കും. സ്കൂൾ കാലത്തെ ഓർമ്മയിലേക്ക് ചിത്രം കൊണ്ടുപോയെന്നും അനശ്വര പറയുന്നു. നസ്രിൻ, അശ്വിൻ, അനശ്വര, മമത കോംബോയിൽ ഇനി സിനിമ പ്രതീക്ഷിക്കാമെന്ന ചോദ്യം ഉയർന്നിരുന്നു. നമ്മൾ മൂന്നുപേരും ഒരുമിച്ചുള്ള സ്ക്രിപ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. നല്ലൊരു സ്ക്രിപ്റ്റ് വന്നാൽ തീർച്ചയായും ചെയ്യും. അവരെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് ഞാൻ ബ്രേക്ക് എടുത്തിട്ടില്ല. ബ്രേക്ക് എടുത്തിട്ട് എങ്ങോട്ട് പോവാനാണ്? നല്ല സിനിമയുടെ ഭാഗമാകണം എന്ന് മാത്രമാണ് ആഗ്രഹം. ബോധപൂർവമായി ബ്രേക്ക് എടുത്തതല്ല. റിയൽ ലൈഫിൽ റൗഡി ബേബിയാണോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയും ചേച്ചിയുമൊക്കെ അതെ എന്ന് പറയുന്നു. കുറച്ച് എക്സ്ട്രീം എക്സ്ട്രാവേർട്ട് ആയിട്ടാണ് കറങ്ങി നടക്കുന്നത് പോലെയാണ് സ്കൂൾ ലൈഫിൽ. എനിക്ക് കുറച്ചുകൂടി കണക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നു. റിയൽ ലൈഫിൽ എക്സിൽ കാണാൻ അവസരം കിട്ടിയാൽ സ്വീകരിക്കുമോ എന്ന് ചോദ്യത്തിന് താല്പര്യമില്ല. ഞാൻ ഇതിൽ സന്തോഷവതിയാണ് ഇപ്പോൾ പോകുന്നത് എന്ന് പറഞ്ഞു.